ഇതൊരു ഹാൽദി ഫംഗ്ഷന് ബ്രൈഡിന് യൂസ് ചെയ്യാനായിട്ട് കസ്റ്റമൈസ് ചെയ്തൊരു വർക്കാണ്. ചോക്കറും ബാംഗിൾസും ഇയറിങ്സും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സെറ്റായിട്ടാണ് ഈ വർക്ക് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇയറിങ്ങിൻ്റെ മാത്രം മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വാക്സ് ഷീറ്റ് അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് ഇതിലേതെങ്കിലും ഒന്ന് ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹാഫ് കട്ട് ബീഡ്സ് യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്, അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സർക്കിളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ്, ചെറിയ സൈസ് വരുന്ന കട്ട് ബീഡ്സ് ആണ്. ഇതിനിങ്ങനെ ഇതുപോലെ നൂലിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ബീഡ്സിന് ചുറ്റും വരത്തക്ക രീതിയിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് ബീഡ്സിനോട് ചേർത്താണ് വെക്കുന്നത്. ശേഷം ഒന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചുറ്റിയെടുക്കണം. ഇവിടെ ഞാനിത് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അധികം വരുന്ന ആ നൂല് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ സെൻറ്ററിൽ യൂസ് ചെയ്ത അതേ ഹാഫ് കട്ട് ബീഡ്സ് തന്നെ 5 എണ്ണം വരുന്ന രീതിയിൽ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലൊരു യെല്ലോ കളർ ആക്രിലിക് ഫ്ലവർ എടുക്കുന്നുണ്ട്. ഇത് ഇയറിങ്ങിൻ്റെ സ്റ്റഡാണ്. ഈ ഇയറിങ്ങിൻ്റെ സ്റ്റഡ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള ഹോളിലൂടെ ഇടുകയാണ്. അതിനുശേഷം ഈ ഒരു സ്പേസിൽ ചെറിയൊരു ഹോളാക്കിയിട്ട് അതിലേക്ക് ഈ ഇയറിങ്ങിൻ്റെ സ്റ്റഡ് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു സെൻറ്റർ പോർഷനിൽ അവിടെയും ഈ സെയിം ഹാഫ് കട്ട് ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ വേറൊരു വാക്സ് ഷീറ്റ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇയറിംഗ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇയറിംഗ് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.